കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയ ബ്രെഡിൻ്റെ കാലാവധി ഏകദേശം കഴിയാനായി എന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. എന്നാൽ പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുക വെച്ച് യൂട്യൂബൊക്കെ നോക്കിയപ്പോഴാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടത്. അപ്പം നമ്മൾ ആദ്യം ഒരു ബ്രെഡ് എടുത്ത് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ന്യൂട്രല തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ. എന്നതിന് ശേഷം നമ്മളിതാ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡും കൂടെ വെച്ചിട്ട് ഇതാ ഈ ഒരു ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇത് മൂടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഗ്ലാസ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ നമുക്ക് എത്രയാണോ വേണ്ടത് അതുപോലെ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ സിമ്പിൾ പരിപാടിയാണ്. നമ്മളിപ്പോൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു മുട്ടയിലേക്ക് ഓരോന്നും ഇതേപോലെ ഇങ്ങനത്തെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. എന്നതിന് ശേഷം പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലും ഇതേപോലെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോന്നും ഇതേപോലെ മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്രയാണോ വേണ്ടത് അതുപോലെ നിങ്ങൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഓരോന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിവിടെ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഓയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ന്യൂട്രല്ല ബ്രെഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിൻ്റെ ഒക്കെ അടിപൊളിയാണ്. അപ്പം ഇത് അല്ലാണ്ടും കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.